നമ്മളിനി ഡ്യുവാലിറ്റി എന്നുള്ള സെക്ഷൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ തിയറം, ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കാം. ദി ഒപ്റ്റിമൽ വാല്യൂ ഓഫ് ദി എഫ് ഓഫ് എക്സ്, വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് ദി പ്രൈമൽ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈക്വൽ ടു ദി ഒപ്റ്റിമൽ വാല്യൂ ഓഫ് ഫൈ ഓഫ് വൈ ഓഫ് ദി ഡ്യുവൽ. അതായത് ഒരു എൽ പി പ്രോബ്ലം ഉണ്ട്, അതിന് ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ സൊല്യൂഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ സൊല്യൂഷനിൽ എഫിൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ പ്രോബ്ലത്തിൻ്റെ ഡ്യുവലിന് ഒപ്റ്റിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും, ആ ഒപ്റ്റിമം സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ ഒപ്റ്റിമൽ വാല്യൂവിന് ഈ പ്രൈമലിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ ഈക്വൽ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ. ഓക്കെ, അതായത് പ്രൈമലിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ പ്രൈമലിൻ്റെയും ഡ്യുവലിൻ്റെയും ഒപ്റ്റിമൽ വാല്യൂസ് സെയിം ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. പ്രൂഫ് നോക്കുക. ആദ്യം ഒരു പ്രൈമൽ പ്രോബ്ലം കൺസിഡർ ചെയ്യുക. മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n Cj xj subject to the constraints summation j runs from 1 to n Aij xj greater than or equal to bi bi മതി. ഓക്കെ, bi I runs from 1 to m xj greater than or equal to 0 for all j equal to 1 to etc n. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ഡ്യുവൽ എന്തായിരിക്കും? നമ്മൾ ഡ്യുവൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എഴുതിയ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഡ്യുവൽ മാക്സിമൈസ് ഫൈ ഓഫ് വൈ ഈക്വൽ ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m bi yi സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻറ്റ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m aij yi ലെസ് ദാൻ ഓർ ഈക്വൽ ടു cj j runs from 1 to n yi greater than or equal to 0 for all I runs from 1 to m. ഓക്കെ, പ്രൈമലായി അതിൻ്റെ ഡ്യുവലായി. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് പ്രൈമലിനൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം വാല്യൂ എന്തിന് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. അതിൻ്റെ ഡ്യുവലിൻ്റെ ഒപ്റ്റിമൽ വാല്യൂവിന് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പ്രൈമലിനെ സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഞാൻ ചെയ്യുന്നത് സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്ലാക്ക് വേരിയബിൾസോ സർപ്ലസ് വേരിയബിൾസോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൺസ്ട്രെയിൻസിനെയൊക്കെ ഇക്വേഷൻസ് ആയിട്ട് മാറ്റും. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ അതാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾസ് ദി പ്രൈമൽ പ്രോബ്ലം ബിക്കംസ് സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n aij xj minus xn plus i ഈക്വൽ ടു bi I runs from 1 to m കൺസ്ട്രെയിൻസിനെയൊക്കെ ഇക്വേഷൻസ് ആക്കുക. എക്സ് ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ ജെ റൺസ് ഫ്രം 1 to എക്സെട്ര n plus m. ഓക്കെ, സ്ലാക്ക് വേരിയബിൾസ് സർപ്ലസ് വേരിയബിൾസ് ഒക്കെ ഏതാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് പിന്നെ വരുന്ന എൽ പി പ്രോബ്ലത്തിൽ n plus m വേരിയബിൾസ് ഉണ്ടാവും. ഇനി അതിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ് ദി പ്രൈമൽ ഹാവ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സ് എന്നുള്ളൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ട്. അത് x1 x2 എക്സെട്ര xn plus 1 എക്സെട്ര xn plus m ആണെന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫീസിബിൾ റീജിയൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. ഒപ്റ്റിമൽ വാല്യൂ ഏതെങ്കിലും ഒരു ഫീസിബിൾ റീജിയൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലായിരിക്കും വരിക. അങ്ങനെയുള്ള ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നുണ്ട്. സിൻസ് ഇറ്റ് ഹാസ് ടു ബി എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അറ്റ് ലീസ്റ്റ് n ഓഫ് ദി വേരിയബിൾസ് ആർ 0. ഓക്കെ, അതായത് ഈ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലാണ് ഞാൻ അസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ n plus m minus m നോൺ ബേസിക് വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, അതായത് n നമ്പർ ഓഫ് നോൺ ബേസിക് വേരിയബിൾസ് ഉണ്ടാവും. അതായത് ഈ സൊല്യൂഷനിൽ n നമ്പർ ഓഫ് വേരിയബിൾസിന് 0 വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ലെറ്റ് pi1 pi2 etc pi m be the simplex multipliers for this solution.
then f of x for the basic feasible solution is given by, okay, summation j runs from 1 to n cj plus summation I runs from 1 to m aij pi I xj minus summation I runs from 1 to m pi I xn plus I equal to f of x plus summation I runs from 1 to m bi pi I. ഈ എക്സ്പ്രഷൻ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ഡിസ്കസ് ചെയ്ത് ആ സെക്ഷൻ നോക്കുക. അതിൽ ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ആ സെക്ഷനിലുണ്ട്. ഞാൻ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇക്വേഷൻ 2 ഇൻ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ്. ഓക്കെ, സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് എന്നുള്ള സെക്ഷനിലെ സെക്കൻഡ് ഇക്വേഷനാണ്, 2 നമ്പർ ചെയ്ത് വെച്ച ഇക്വേഷനാണ്. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് മിനിമം ഒപ്റ്റിമം we get minimum of f of x equal to minus summation I runs from 1 to m bi pi m. അത് ഞാൻ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിൽ ചെയ്തു വെച്ചതാണ്. നമ്മളുടെ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെങ്കിൽ ആ സൊല്യൂഷൻ എക്സ്പ്രഷൻ 1 കൊടുത്താൽ നമ്മളുടെ ഒപ്റ്റിമം വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സിൻ്റെ മിനിമം വാല്യൂ, നമ്മളുടെ ഫീസിബിൾ റീജിയനിലുള്ള മിനിമം വാല്യൂ കിട്ടും. അത് മൈനസ് ഓഫ് ഐ റൺസ് ഫ്രം 1 to m bi pi i ആയിരിക്കും. അതും ഞാൻ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് എന്നുള്ള സെക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിൻസ് ഓൾ ദി റിലേറ്റീവ് കോയിഫിഷ്യൻസ് ആർ നോൺ നെഗറ്റീവ്, അതായത് നമ്മളിപ്പോൾ കയ്യിലുള്ള സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിനെ എക്സ്പ്രസ് ചെയ്തല്ലോ, നോൺ ബേസിക് വേരിയബിൾസിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സിനെ നോൺ ബേസിക് വേരിയബിൾസ്, ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷനിലെ ബേസിക് വേരിയബിൾസ് അല്ലാത്ത വേരിയബിൾസിൽ നമ്മൾക്ക് എഫിനെ എക്സ്പ്രസ് ചെയ്യാം. ഈ സൊല്യൂഷൻ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമ ആയതുകൊണ്ട് തന്നെ അതിലെ കോസ്റ്റ് കോയിഫിഷ്യൻസ് ഒക്കെ നോൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതാണ് എഴുതിയത്. ഓക്കെ, അല്ലെങ്കിൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ എത്തേണ്ടി വരും. ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിലെ കോസ്റ്റ് കോയിഫിഷ്യൻസ്, അതായത് നമ്മളുടെ അവസാനത്തെ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോല് നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ നമ്പേഴ്സിനെയാണ് നമ്മൾ റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. ആ റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസ് നോൺ നെഗറ്റീവ് ആയിരിക്കും. അതായത് സി ജെ പ്ലസ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m എ ഐ ജെ പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അതായത് യെസ്, നമ്മൾ ചെയ്യുന്നത് റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസ്. ഓക്കെ, റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് എഴുതിയത്. അപ്പോൾ എക്സ്പ്രഷൻ 1 നോക്കുക, അതിലെ റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസ് ഏതാണ്? സമ്മേഷൻ സി ജെ പ്ലസ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m എ ഐ ജെ പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആ കോയിഫിഷ്യൻസ് ഒക്കെ നോൺ നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് മൈനസ് പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ്, റീറൈറ്റ് ചെയ്തതാണ്. ദാറ്റ് ഈസ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m എ ഐ ജെ പൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ജെ ആൻഡ് മൈനസ് പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ആ രണ്ട് എക്സ്പ്രഷൻ നോക്കുക. ഐ റൺസ് ഫ്രം 1 to m ജെ റൺസ് ഫ്രം 1 to m. ആ എക്സ്പ്രഷൻ നോക്കുക. ആ എക്സ്പ്രഷൻ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ എക്സ്പ്രഷനും നമ്മളുടെ ഡ്യുവലും നോക്കുക. ഓക്കെ, ഡ്യുവൽ നോക്കുക, ഡ്യുവൽ പ്രോബ്ലം നോക്കുക, ആ എക്സ്പ്രഷൻ നോക്കുക. അതായത് മൈനസ് പൈ ഐസ് ഒക്കെ നോൺ നെഗറ്റീവ് ആണ്. മോർ ഓവർ മൈനസ് പൈ ഐസ് ഒക്കെ ഈ ഇന്നീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൈനസ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m എ ഐ ജെ പൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ജെ എന്നുള്ള ഇന്നീക്വാളിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m എ ഐ ജെ പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ജെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നമ്മളുടെ ഡ്യുവൽ പ്രോബ്ലം നോക്കുക. അതായത് ഓക്കെ, ആ ഡ്യുവൽ പ്രോബ്ലം നോക്കുക. ആ മൈനസിനെ ഒന്നാമത്തെ ഇന്നീക്വാളിറ്റീസിലുള്ള മൈനസിനെ മൈനസ് പൈ ഐക്ക് കൊടുക്കുക. മൈനസ് പൈ ഐസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. മോർ ഓവർ സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m എ ഐ ജെ ഇൻറ്റു മൈനസ് പൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ജെ ആണ്. അതായത് ഈ മൈനസ് പൈ ഐസ് ഡ്യുവലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് എഴുതിയത്. അതാണ് ആ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാവുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ആ കണ്ടീഷൻസ് നോക്കുക, ഡ്യുവൽ പ്രോബ്ലത്തിലെ കൺസ്ട്രെയിൻസ് നോക്കുക. ഓക്കെ, അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ പൈ ഐസ് മൈനസ് പൈ ഐസ്
ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദാറ്റ് ഈസ് this means that minus pi 1, minus pi 2, etc. minus pi m is a solution of a dash y less than or equal to c dash y greater than or equal to 0. അതായത് ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസ്. പിന്നെ നോൺ ഐഡൻറ്റിറ്റി കണ്ടീഷൻ which is a feasible solution of the dual corresponding to the dual. Corresponding to this solution we get the equation 2 minimize f of x equal to summation I runs from 1 to m bi minus pi I equal to phi of pi I. ഓക്കെ, അതായത് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മിനിമൈസ് അല്ല മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ I runs from 1 to m bi into minus pi I which will be equal to phi of pi I. ഓക്കെ, സോറി phi of pi എന്നുള്ള മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സ് minus pi 1, minus pi 2, etc. minus pi m. Okay. Thus, we have a feasible solution to the dual, for the dual. Okay, അതായത് മൈനസ് പൈ ഐ എന്നുള്ള ആ നമ്പേഴ്സ് ഡ്യുവലിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. മോർ ഓവർ മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് പൈ ആയിരിക്കും. ഓക്കെ, ഫൈ ഓഫ് പൈ ആയിരിക്കും. നമ്മൾ ഒരു ഇൻഇക്വാളിറ്റി ആദ്യം പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈ ഓഫ് വൈ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ നമ്മൾക്ക് എന്താണ് കിട്ടിയത്? മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഫൈൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനിൽ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ആണ് മനസ്സിലാക്കിയിട്ടുണ്ട് ഫോർ സം y ഈക്വൽ ടു പൈ. ഓക്കെ, ഈ ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈ ഓഫ് ഐ ആണ് ഏതൊരു എൽ പി പ്രോബ്ലത്തിനും പ്രൈമലും ഡ്യുവലൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ. ഓക്കെ, അപ്പോൾ പിന്നെ ഈക്വാലിറ്റിയും കൂടെ അതിൽക്ക് കൊടുത്താൽ നമുക്ക് ഈ ഇൻഇക്വാളിറ്റി ഇക്വാലിറ്റി ആവുന്നുണ്ട് എന്ന് പറയാം. കാരണം എഫിൻ്റെ മിനിമം ഫൈ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, minimum of f of x equal to maximum of phi of phi. Hence this solution of the dual is optimal. Okay, അതായത് ഈ സൊല്യൂഷൻ മൈനസ് പൈ ഐസ് എന്നുള്ള ഈ സൊല്യൂഷൻ ഡ്യുവലിൻ്റെ ഒപ്റ്റിമൽ ആയിരിക്കും. ആ ഒപ്റ്റിമൽ വാല്യൂ മിനിമം ഓഫ് എക്സിന് ഈക്വൽ ആണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് ആദ്യത്തെ തിയറം. രണ്ടാമത്തെ തിയറം നോക്കുക. സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കാം. If the primal problem is feasible, then it has an unbounded optimum if and only if the dual has no feasible solution and vice versa. ഓക്കെ, തിയറം പറയുന്നത് ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യുക, എൽ പി പ്രോബ്ലം. അതിന് അൺബൗണ്ടഡ് മിനിമം വരാനുള്ള, അതായത് സൊല്യൂഷൻ ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് ആവാനുള്ള നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. ഇറ്റ് ഹാസ് ആൻ അൺബൗണ്ടഡ് ഒപ്റ്റിമം if and only if the dual has no feasible solution and vice versa. Okay, ഡ്യുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കുക. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷനാണ് എഴുതിയത്. എഫ് ഓഫ് എക്സ് ഹാസ് നോ ലോവർ ബൗണ്ട് ഓർ ഇൻ അതർ വേർഡ്സ് ദർ ഈസ് നോ നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അൺബൗണ്ടഡ് ഒപ്റ്റിമം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷന് നമ്മളുടെ ഫീസിബിൾ റീജിയണിൽ നോ ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ആൻ അൺബൗണ്ടഡ് ഒപ്റ്റിമം ഉണ്ട്. ഓർ ഇൻ അതർ വേർഡ്സ് ദർ ഈസ് നോ നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അൺബൗണ്ടഡ് കുറച്ചുകൂടെ നല്ല വേർഡ്സിൽ എഴുതിയതാണ്. We have to show that the dual has no feasible solution. ഓക്കെ, ആദ്യം നമ്മൾ ഒരു പ്രൈമൽ പ്രോബ്ലം കൺസിഡർ ചെയ്യുക, അതിന് അൺബൗണ്ടഡ് മിനിമം ആണ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഡ്യുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇഫ് പോസിബിൾ ലെറ്റ് ദി ഡ്യുവൽ ഹാവ് എ ഫീസിബിൾ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് നമ്മളുടെ ഡ്യുവലിനൊരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട് എന്ന് കരുതുക. ദെൻ ഫൈ ഈസ് എ ഡെഫിനിറ്റ് നമ്പർ കറസ്പോണ്ടിങ് ടു ദാറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡ്യുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ
ആ സൊല്യൂഷനിൽ ഫൈൻ്റെ വാല്യൂ ഒരു ഡെഫിനിറ്റ് നമ്പർ ആയിരിക്കും, ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ, then phi is a definite number corresponding to that solution. But we have, by previous theorem, phi less than or equal to f of x. നമ്മൾ ഒരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട്, phi of phi ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ പ്രൈമലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഫൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. phi of phi ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും ഫോർ ഓൾ y in the feasible region of the dual and x in the feasible region of dual. Okay, sorry, primal. Y ഡ്യുവലിൻ്റെ ഫീസിബിൾ റീജിയനിലും എക്സ് പ്രൈമലിൻ്റെ ഫീസിബിൾ റീജിയനിലും. ഓക്കെ, ഇത് ഒരു കോൺട്രഡിക്ഷനാണ്, കാരണം നമ്മളുടെ അസംഷൻ എന്താണ്, എഫിന് അൺബൗണ്ടഡ് മിനിമം എന്നാണ്, അൺബൗണ്ടഡ് ഒപ്റ്റിമാണ് അല്ലെങ്കിൽ അൺബൗണ്ടഡ് മിനിമം ആണ് എന്നാണ് നമ്മളുടെ അസംഷൻ. പക്ഷേ നമ്മൾക്ക് എന്ത് കിട്ടി, phi of phi ആ സൊല്യൂഷൻ നമ്മൾ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഡ്യുവലിന് ഉണ്ടെന്ന് കൺസിഡർ ചെയ്താൽ ആ സൊല്യൂഷൻ്റെ ഫൈ വാല്യൂ എഫിൻ്റെ ഒരു ലോവർ ബൗണ്ടായിട്ട് ഓക്കെ ആക്ട് ചെയ്യും. അത് നമ്മളുടെ അസംഷന് കോൺട്രഡിക്ഷനാണ്. ദിസ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. ദെർഫോർ dual has no feasible solution. Dual has no feasible solution. Conversely, let the primal be feasible and the dual infeasible. Okay. അപ്പോൾ നമ്മളൊരു പ്രൈമൽ പ്രോബ്ലം കൺസിഡർ ചെയ്യുക, അത് ഫീസിബിളാണ്. അത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യണം. പ്രൈമൽ ഫീസിബിൾ ആകുന്ന കേസിലാണ് പറയുന്നത് അൺബൗണ്ടഡ് ഒപ്റ്റിമാവാനുള്ള നെസസറി സഫിഷ്യൻ കണ്ടീഷൻ. അപ്പോൾ ആദ്യം പ്രൈമലി ഫീസിബിളാണ് അസ്യൂം ചെയ്യുക. ഇനി കോൺവേഴ്സ് പാർട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, കോൺവേഴ്സ് പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്യുവൽ ഇൻഫീസിബിളാണ് അസ്യൂം ചെയ്യുക. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, പ്രൈമലിന് അൺബൗണ്ടഡ് ഒപ്റ്റിമാന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു ഷോ ദാറ്റ് ദി പ്രൈമൽ പ്രോബ്ലം has an unbounded optimum. Let f of x has a minimum for a feasible x. Sorry, have nalla. Let f of x has a minimum for a feasible x. Okay, f-ന് ഒരു മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് പ്രൈമൽ പ്രോബ്ലത്തിന് അൺബൗണ്ടഡ് മിനിമം അല്ലാന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ് എന്നുള്ള ഒരു ഫീസിബിൾ സൊല്യൂഷനിൽ ഈ മിനിമം അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യും. ദെൻ ബൈ പ്രീവിയസ് തിയറം മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈ ഓഫ് ഫൈ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൈമൽ ഫീസിബിളാണ്, അതിന് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈമലിൻ്റെ മിനിമം ഡ്യുവലിൻ്റെ മാക്സിമം ഈക്വൽ ആയിരിക്കും. മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈ ഓഫ് വൈ. ദസ് എ ഫീസിബിൾ സൊല്യൂഷൻ വൈ എക്സിസ്റ്റ് ഫോർ ദി ഡ്യുവൽ ഓക്കെ, എക്സിൽ എഫിന് മിനിമം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് നോക്കുക. അതിൻ്റെ നെഗറ്റീവ്, സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിൻ്റെ നെഗറ്റീവ് അതിൻ്റെ ഡ്യുവലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ തിയറത്തിൻ്റെ പ്രൂഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, -πi ഡ്യുവലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും ഈ കേസിൽ. പക്ഷേ നമ്മളുടെ അസംഷൻ എന്താണ്, ഡ്യുവൽ ഇൻഫീസിബിൾ ആണെന്നാണ് നമ്മളുടെ അസംഷൻ. അതുകൊണ്ട് എന്ത് പറയാം, ഇതൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് പറയാം. ഇതൊരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മളുടെ അസംഷൻ ശരിയല്ല. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എഫ് ഓഫ് എക്സ് ഹാസ് ആൻ അൺബൗണ്ടഡ് ഒപ്റ്റിമം. ഓക്കെ, ഇതാണ് തിയറത്തിൻ്റെ പ്രൂഫ്. സിമ്പിളാണ്, സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത തിയറം, ഇഫ് ഇൻ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി പ്രൈമൽ ആൻഡ് ഡ്യുവൽ. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ വായിക്കാം. ഇഫ് ഇൻ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി പ്രൈമൽ ആൻഡ് ഡ്യുവൽ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എ പ്രൈമൽ വേരിയബിൾ xj is positive, then the corresponding dual slack variable ym plus j is 0. ഓക്കെ, പ്രൈമലിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡ്യുവലിൻ്റെ ഒരു സൊല്യൂഷനും പറയാം. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷനിൽ, ഒപ്റ്റിമൽ സൊല്യൂഷനിൽ xj എന്നുള്ള വേരിയബിളിന് പോസിറ്റീവ് വാല്യൂ ആണ് ഉള്ളതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഡ്യുവലിൽ ഉള്ള സ്ലാക്ക് വേരിയബിൾ ym plus jക്ക് 0 ആയിരിക്കും എന്നാണ്. ym plus jൻ്റെ
വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിൽ വൈ എം പ്ലസ് ജെൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എ പ്രൈമൽ സ്ലാക്ക് വേരിയബിൾ എക്സ് എൻ പ്ലസ് ഐ ഈസ് പോസിറ്റീവ്, അതായത് പ്രൈമൽ പ്രോബ്ലത്തിലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒപ്റ്റിമൽ സൊല്യൂഷനിൽ എക്സ് എൻ പ്ലസ് ഐ എന്നുള്ള വേരിയബിളിന് പോസിറ്റീവ് ആണെന്ന് കരുതാം. ഓക്കെ, പോസിറ്റീവ് നമ്പർ ആണെന്ന് കരുതാം. ദെൻ ദി കറസ്പോണ്ടിങ് ഡ്യുവൽ വേരിയബിൾ വൈ ഐ ഈസ് 0. അങ്ങനെയാണെങ്കിൽ ഡ്യുവൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വൈ ഐ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ നമ്മളുടെ കറസ്പോണ്ടിങ് ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ വൈ ഐ എന്നുള്ള സൊല്യൂഷനിലുള്ള വൈ ഐ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, സിമ്പിൾ പ്രൂഫാണ്, നോക്കാം. ഇപ്പോൾ നമ്മളൊരു പ്രൈമൽ പ്രോബ്ലം കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനാണ് എക്സ് ജെസ്. ഓക്കെ, x1 x2 എക്സെട്ര എക്സ് എൻ പ്ലസ് എം അതിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡുവലിൻ്റെ സൊല്യൂഷൻ y1 y2 എക്സെട്ര വൈ എം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എം പ്ലസ് എൻ. ഓക്കെ, y1 y2 എക്സെട്ര വൈ എം പ്ലസ് 1 എക്സെട്ര വൈ എം പ്ലസ് എൻ. അതിന് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത പ്രൈമലിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യുവലിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് മൈനസ് 5 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എഫ് മൈനസ് 5 അതിന് ഞാൻ ഇങ്ങനൊരു എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ആണോ? അല്ല, എഫും മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈ ഓഫ് വൈ എന്നുള്ള ആ റിസൾട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എഫ് മൈനസ് 5 ആ സെക്ഷനൊന്ന് നോക്കുക, അതിൻ്റെ പ്രൂഫിലാണ്. എഫ് മൈനസ് 5 ഈക്വൽ ടു x1 ഇൻറ്റു വൈ എം പ്ലസ് 1 പ്ലസ് x2 ഇൻറ്റു വൈ എം പ്ലസ് 2 പ്ലസ് എക്സെട്ര എക്സ് എൻ വൈ എം പ്ലസ് എൻ പ്ലസ് എക്സെട്ര എക്സ് എം പ്ലസ് എൻ എൻ പ്ലസ് എം വൈ എം. ഓക്കെ, എങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രൈമലിൻ്റെ കൺസ്ട്രെയിൻസിനെയൊക്കെ വൈ ഐസിനോടും ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസിനൊക്കെ എക്സ് ഐസിനോടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രൈമലിൻ്റെ കൺസ്ട്രെയിൻസിൽ നിന്ന് ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അങ്ങനെ അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള ടേംസൊക്കെ ക്യാൻസൽ ചെയ്താൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിൽ എത്തിച്ചേരും. ഓക്കെ, പക്ഷേ നമ്മൾ ഒരു തിയറം ഈ സെക്ഷനിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ തിയറം, പ്രൈമൽ ഫീസിബിളാണ്. അതിന് ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈമലിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനും ഡ്യുവലിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനും ഈക്വൽ ആയിരിക്കുന്നു. അതായത് നമ്മൾ ഈ കേസിൽ പ്രൈമലിനും ഡ്യുവലിൻ്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, എക്സ് ജെസും വൈ ഐസും. അതായത് എഫും ഫൈയും ഈ സൊല്യൂഷൻസിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഈക്വൽ ആയിരിക്കും. അതായത് എഫ് മൈനസ് 5 ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആയതുകൊണ്ട് വി ഹാവ് ദി പ്രീവിയസ് തിയറം, minimum of f of x equal to maximum of phi of phi. That therefore f minus phi equal to 0. That is അപ്പോൾ എക്സ്പ്രഷൻ എ നോക്കുക, ഇക്വേഷൻ എ, അതിൻ്റെ റൈറ്റ് സൈഡും ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എഫ് മൈനസ് 5 എക്സിൽ എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് ഫൈ 0 ആണ്. അതായത് x1 വൈ എം പ്ലസ് 1 പ്ലസ് എക്സെട്ര എക്സ് എൻ പ്ലസ് എം വൈ എം ഈക്വൽ ടു 0 ആണ്. Since an optimal solution is feasible, all xj greater than or xj's are greater than or equal to 0 and all yi's are greater than or equal to 0. Okay, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന സൊല്യൂഷൻ ഫീസിബിൾ സൊല്യൂഷനാണ്, ഒപ്റ്റിമൽ സൊല്യൂഷനാണ്, ഫീസിബിൾ ആയതുകൊണ്ട് തന്നെ ആ സൊല്യൂഷൻ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് സൊല്യൂഷനിലുള്ള നമ്പേഴ്സൊക്കെ എക്സ് ജെസും വൈ ഐസൊക്കെ നോൺ നെഗറ്റീവ് ആയിരിക്കും. ഹെൻസ് ഓൾ ദി ടേംസ് ഇൻ ദി ഇക്വേഷൻ 1. അപ്പോൾ ഇനി ഇക്വേഷൻ 1 നോക്കുക. ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ടേംസും നോൺ നെഗറ്റീവാണ്. ഓക്കെ, നോൺ നെഗറ്റീവ് ടേംസ് പ്രൊഡക്റ്റ് എടുത്തതാണ് അത്, എന്നിട്ട് സം എടുത്തത്. ഓക്കെ, നോൺ നെഗറ്റീവ് ടേംസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സം. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു 0 ആണ്. അതിനർത്ഥം
അതിലുള്ള എല്ലാ ടേംസും 0 ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, കാരണം നോൺ നെഗറ്റീവ് ടേംസിൻ്റെ സമ്മ് 0 ആണെങ്കിൽ അതിലെല്ലാ ടേംസും 0 ആയിരിക്കണം. Question is non-negative, and since the sum is 0, each term separately should be equal to 0. Thus, xj greater than or if xj greater than or equal to 0. Okay. ഇനിയാണ് കൺക്ലൂഷൻ വരുന്നത്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. എക്സ് ജെ എന്നുള്ള വേരിയബിൾ പോസിറ്റീവ് ആണെങ്കിൽ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ടേമിൽ എക്സ്പ്രഷൻ 1 നോക്കുക. അപ്പോൾ എക്സ് ജെൻ്റെ കൊയിഫിഷ്യൻറ്റ് എന്തായിരിക്കും ആ എക്സ്പ്രഷനിൽ? y(m+j) ആയിരിക്കും എക്സ് ജെൻ്റെ കൊയിഫിഷ്യൻറ്റ്. എക്സ് ജെ എന്നുള്ള വേരിയബിളിൻ്റെ കൊയിഫിഷ്യൻറ്റ് ഡ്യുവലിലെ സ്ലാക്കോ സർപ്ലസ് വേരിയബിളോ ആയിട്ടുള്ള y(m+j) ആയിരിക്കും. y(m+j) 0 ആയിക്കോണം, അല്ലെങ്കിൽ xj × y(m+j) ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ആ സമ്മ് ഈക്വൽ ടു 0 ആയിട്ട് വരില്ല. ഓക്കെ, അതായത് എക്സ് ജെ എന്നുള്ള വേരിയബിൾ പോസിറ്റീവ് ആണെങ്കിൽ y(m+j) 0 ആയിരിക്കണം. അതേപോലെ തന്നെ ഇനി സെയിം റീസണിങ് xn+i എന്നുള്ള സ്ലാക്ക് വേരിയബിളോ സർപ്ലസ് വേരിയബിളോ സ്ലാക്ക് വേരിയബിൾ xn+i എന്നുള്ള സ്ലാക്ക് വേരിയബിൾ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ കൊയിഫിഷ്യൻറ്റ് 0 ആയിരിക്കണം. അതിൻ്റെ കൊയിഫിഷ്യൻറ്റ് എന്താണ്? എക്സ്പ്രഷൻ 1ൽ അതിൻ്റെ കൊയിഫിഷ്യൻറ്റ് yi ആയിരിക്കും. yi ഈക്വൽ ടു 0 ആണ്, കാരണം അതിൻ്റെ പ്രൊഡക്റ്റ് ഈച്ച് ടേം 0 ആണ്. അതായത് yi × xn+i 0 ആയിരിക്കണം. xn+i പോസിറ്റീവ് ആണെങ്കിൽ yi should be equal to 0. ഓക്കെ, അതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് 2. ഓക്കെ, ഇത്രയാണ് തിയറത്തിൻ്റെ പ്രൂഫ്. ദി കണ്ടീഷൻസ് 1 and 2 in the above theorem are each completely complementary slackness conditions. ഓക്കെ, ഇനി അടുത്ത തിയറം ഞാൻ തിയറായിട്ട് പറയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ തൊട്ട് മുന്നത്തെ തിയറത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. The negative of a simplex multipliers for the optimal solution of the primal are the values of the variables for the optimal solution of the dual. ഓക്കെ, അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്ത ആദ്യത്തെ തിയറത്തിൽ പ്രൈമലിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ ആ ഒപ്റ്റിമൽ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിൻ്റെ നെഗറ്റീവ് എന്ത് ഡ്യുവലിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അത് ഒരു തിയറായിട്ട് സ്റ്റേറ്റ് ചെയ്തതാണ് താഴെ. ദി നെഗറ്റീവ് ഓഫ് സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് വേണ്ട ഓഫ് സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ഫോർ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി പ്രൈമൽ ആർ ദി വാല്യൂസ് ഓഫ് ദി വേരിയബിൾസ് ഫോർ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി ഡ്യുവൽ. ഓക്കെ, ദി സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ഫോർ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി ഡ്യുവൽ ആർ ദി വാല്യൂസ് ഓഫ് ദി വേരിയബിൾസ് ഫോർ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് പ്രൈമൽ. അത് തിരിച്ചും പറയാം, കാരണം നമ്മൾ ആദ്യം ഡ്യുവാലിറ്റി എന്നുള്ള സെക്ഷനിൽ ആദ്യം തന്നെ നമ്മൾ പ്രൂവ് ചെയ്ത തിയറം ഡ്യുവൽ ഓഫ് ഡ്യുവൽ പ്രൈമലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നേരെ തിരിച്ചും പറയാം. അതായത് ഡ്യുവലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിൻ്റെ നെഗറ്റീവ്സ്. ഓക്കെ, അത് പ്രൈമലിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്വിയസ് ആയിട്ട് ഹോൾഡ് ചെയ്യും, കാരണം ഡ്യുവൽ ഓഫ് ഡ്യുവൽ പ്രൈമലാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഡ്യുവാലിറ്റി എന്നുള്ള സെക്ഷനിൽ താഴെ 2 ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സിമ്പിളാണ്. ഞാൻ കഴിഞ്ഞ സെക്ഷനിലും ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ പ്രോബ്ലമാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾ LPP 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് LPP ഫോം ചെയ്യുക, LP പ്രോബ്ലം ഫോം ചെയ്യുക. എന്നിട്ട് ആ LP പ്രോബ്ലത്തിന് അപ്രോപ്രിയേറ്റ് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, 2 വേരിയബിൾസാണ്. നിങ്ങൾക്ക് ഗ്രാഫിക്കൽ മെത്തേഡോ സിംപ്ലക്സ് മെത്തേഡോ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട്. മോർ ദാൻ 2 വേരിയബിൾസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. സിംപ്ലക്സ് മെത്തേഡിൽ തന്നെ ഞാൻ ചില കേസുകളിൽ സിംപ്ലക്സ് മെത്തേഡിൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്, മോഡിഫൈ ചെയ്ത ചില മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്, അതും ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഡ്യുവാലിറ്റി എന്നുള്ള സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പുതിയ സെക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം.